ഹായ്, എന്റെ പേര് വിനീത് എന്നാണ്. ഞാൻ എറണാകുളത്താണ്, കാക്കനാടാണ് സ്ഥലം. ഞാനിങ്ങനെ ഒരു വീഡിയോ ഇടണം എന്നുള്ള, അല്ലെങ്കിൽ വീഡിയോ ഇങ്ങനത്തെ ഒരു ക്രിയേറ്റിംഗ് പരിപാടി, കണ്ടന്റ് ക്രിയേറ്റിംഗ്, വീഡിയോ ക്രിയേറ്റിംഗ് അങ്ങനത്തെ പരിപാടിയായിട്ട് നടന്ന ഒരാളല്ല. ഞാനൊരു ഫോട്ടോഗ്രാഫറാണ്, ഡാൻസ് കൊറിയോഗ്രാഫറാണ്. ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്നൊക്കെ പറഞ്ഞാൽ ഈ അടുത്താണ് ഈ കുറച്ച് വീഡിയോ മേക്കിംഗ് പരിപാടിയൊക്കെ ആയിട്ട് ഇറങ്ങിയത്. മെയിനായിട്ട് വലിയ വീഡിയോസ് അല്ല, ഞാൻ എന്തായാലും ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്, ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. കൂടുതൽ ഞാൻ യാത്ര ചെയ്യും, ഫോട്ടോ വർക്ക് കാര്യങ്ങൾ, ഫോട്ടോഗ്രാഫി, ഡാൻസ് പരിപാടിയൊക്കെ ആയിട്ട്, അല്ലാണ്ട് ട്രിപ്പ് പോകുന്ന ഒരാളാണ്. അപ്പോ ഇതുപോലത്തെ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ആ ദീപക് എന്ന് പറഞ്ഞ ചേട്ടന്റെ, എൻ്റെ ഒരു ബ്രദറിന്റെ ഏജ് ഉള്ളൂ ആൾക്ക്. ആക്ച്വലി നമുക്ക് ഭയങ്കര എന്താണ് ഉള്ളിൽ തട്ടുന്ന ഒരു സംഭവം. അത് അതിന്റെ ഇമ്പാക്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് കേരളം ഒരു 100 പേര്, ഒരു ബോക്സിൽ 100 പേരുണ്ടെന്ന് വിചാരിക്കും. ആ 100 പേർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യം അത്. എന്തിന്റെ തന്നെ പേരിലാണെങ്കിൽ ആ പുള്ളിക്കാരി ചെയ്തേക്കുന്നത് ആർക്കും ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതിനകത്തൊരു ന്യായീകരണം ഒരിക്കലും പുള്ളിക്കാരുടെ സൈഡിൽ നിന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല. അത് ഇൻ കേസ് ആ ചേട്ടൻ മരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇന്നതൊരു കേസ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചാ വിഷയമായിട്ട് പോയതന്നെ. പക്ഷെ ഇപ്പൊ ആള് മരിച്ചും പോയി. അതിന്റെ വീഡിയോസ് നമ്മൾ ചെകഞ്ഞു നോക്കിയാലും, പിന്നെ പുള്ളിക്കാരി അത് എങ്ങനെ ആ ഒരു കാര്യത്തിൽ അപ്രോച്ച് ചെയ്യുന്നുള്ളൊരു ഒട്ടും തന്നെ നമ്മള് സാധാരണക്കാരൻ എന്നുള്ള രീതിയിൽ എനിക്കും ആയിക്കോട്ടെ, ഈ കാര്യത്തിൽ റിയാക്ട് ചെയ്ത ആൾക്കാരായിക്കോട്ടെ, പലർക്കും അതായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പുള്ളിക്കാരിയുടെ ആ ഉദ്ദേശശുദ്ധി എന്താന്നുള്ളത് ക്ലിയർ അല്ല. നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴത്തേനും അതിനൊരു ഉദ്ദേശശുദ്ധി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ല, അതൊരിക്കലും ഒരു ക്ലിയർ ആയിട്ടുള്ള കാര്യമല്ല. പിന്നെ ആ ചേട്ടൻ മരിക്കുമെന്നും ആരും വിചാരിച്ചില്ല. അത് പുള്ളി അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ പുള്ളിക്ക് അത്ര അത് കൊണ്ടിട്ടുണ്ട്. അത് നിസ്സാര കാര്യമല്ല അത്. ഈ ചേച്ചി വിചാരിച്ചിട്ടുണ്ടാവും ഒരു വീഡിയോ എടുത്തിടുമ്പോഴത്തേക്കിന് നാട്ടുകാർ മൊത്തം കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യും, അങ്ങനെ പൊങ്കാല കൊടുക്കും, ഇതുപോലെ ഇനി നടക്കാണ്ടിരിക്കും. ഇതൊന്നും അല്ല, ഇതിന് വേറൊരു വശം കൂടിയുണ്ട്. മനസ്സിലായോ? ഇത് ഒരാളുടെ കാര്യം നമ്മൾ ഇടുമ്പോ അത്രയ്ക്ക് ഷുവർ ആയിരിക്കണം ആ പുള്ളിക്കാരി. അവര് അവരുടെ ആ സിറ്റുവേഷനിൽ ആ ബസ്സിൽ എന്തോ പുള്ളിക്കാരിക്ക് കംഫർട്ടബിൾ അല്ലാത്ത രീതിയിൽ എന്തോ തോന്നി, അപ്പൊ തന്നെ വീഡിയോ എടുത്തിട്ടു. പക്ഷെ ആ പുള്ളി അത് അറിഞ്ഞോണ്ട് അത് വേണം എന്ന് വിചാരിച്ച് ചെയ്യുന്നതോ അങ്ങനെ ഒരു സംഭവം നോക്കാൻ ഇത് വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടില്ല, കാണുന്നവർക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു സംഭവം നമുക്ക് തോന്നുന്നു പോലുമില്ല വീഡിയോയിൽ കാണുമ്പോഴത്തേക്ക്. അത് അത്ര കുറച്ച് തിരക്കുള്ളത്. വേണമെങ്കിൽ പുള്ളിക്കാർക്ക് മാറിയിരിക്കാലോ, ആ സൈഡിൽ നിന്ന് മാറാലോ. അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് വേണ്ടത് ഒരു തീയുള്ളൊരു സ്ഥലം, അവിടെ പോയി നമുക്ക് ചൂടെടുത്ത് നമ്മൾ പൊള്ളുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് മാറിയിരിക്കണം. തീ മാറില്ലല്ലോ, നമ്മൾ മാറിയിരിക്കും. അവിടെ തീ എഴുന്നേറ്റ് പോകുമ്പോൾ നമ്മൾ മനുഷ്യന്മാരാണ്, നമുക്ക് എഴുന്നേറ്റ് പോകാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിന് പകരം വീഡിയോ എടുത്താൽ തീയുടെ വീഡിയോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതുപോലെ തന്നെ ഈ വീഡിയോ ഇട്ടെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി ഉദ്ദേശിച്ചതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇപ്പൊ സംഭവിച്ചിരുന്നത്. അപ്പൊ അത് ഇപ്പൊ 2-3 കേസുകൾ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ ഇത്രയും വലിയൊരു ഇമ്പാക്ട് ഉള്ള ഒരു കേസ് എനിക്ക് കേരളത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കണം ഇങ്ങനത്തെ ഒരു സംഭവം നടക്കുന്നത്. ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കേസ്. ഇന്നാണ് ആ ചേട്ടന്റെ ഫ്യൂണറലിന്റെ കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ കണ്ടത്. പാരന്റ്സ് കരയുന്നതും പുള്ളിയും ആ ഫ്രണ്ട് സർക്കിളും നാട്ടുകാരും അമ്മയച്ഛനായിട്ട് എങ്ങനെയാന്നുള്ളത് ആ വീഡിയോയിൽ വളരെ വ്യക്തമാണ്. നമുക്കത് ഒട്ടും ദഹിക്കുന്നില്ല. ഒരു രീതിയിലും ആ ചേച്ചിനെ സപ്പോർട്ട് ചെയ്യാനോ നമുക്ക് പറ്റുന്നില്ല. ഞാനിപ്പോ ചേച്ചിന്ന് വിളിക്കുന്നത് തന്നെ അവര് എന്നെക്കാളും ഏജ് കുറവായിരിക്കാം, എനിക്ക് 29 വയസ്സാണ്, ഏജ് കുറവായിരിക്കാം. പക്ഷെ എല്ലാരും നല്ല പച്ചത്തറി വിളിക്കുന്നുണ്ട്. ഒരിക്കലും ആ പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്തിട്ടല്ല ഞാനിവിടെ സംസാരിക്കുന്നത്. നഷ്ടപ്പെട്ടപ്പോ ആർക്കും ഇതിപ്പോ 1-2 ആഴ്ച കൊണ്ട് ഈ ആൾക്കാരിൽ ഇത് മറക്കും, ചർച്ചകൾ കാര്യങ്ങളൊക്കെ നടക്കും. ഇനി അടുത്ത കേസ് വരുമ്പോഴേ ഇതിനെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്യുള്ളൂ. ഇത് കേസ് ഇവിടെ തന്നെ, പിന്നെ ഇനി ആർക്ക് വരാണ്ടിരിക്കട്ടെ ഇങ്ങനത്തെ ഒരു കേസുകൾ. ആൾക്കാർ പേടിക്കണം. ഇപ്പൊ ആണുങ്ങള് കുറെ കേസുകൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ മുമ്പ് ആൾക്കാർ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് കോമൺ ആയിട്ട് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കിന് നമ്മളതിനെപ്പറ്റി എന്താ വലിയൊരു സംഭവമായിട്ട് എടുക്കുന്നത്. ഇപ്പൊ ഒന്നും ചെയ്യാത്ത ഒരാളാണ് ഇപ്പൊ കുറ്റക്കാരനായിട്ട് പുള്ളി ആത്മഹത്യ ചെയ്തത്. അപ്പൊ മുമ്പ് ചെയ്ത വെച്ചമാറ തോന്നിയാസം കൊണ്ടാണ് പെണ്ണുങ്ങൾക്കാണെങ്കിൽ പോലും അങ്ങനെ റിയാക്ട് ചെയ്യേണ്ടി വരുന്നത്. ഇതൊരു ടൂളായിട്ട്, സോഷ്യൽ മീഡിയ ഒരു ടൂളായിട്ട് ഇപ്പൊ ഞാനൊരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്റെ സ്പേസ് ആണ്, എന്റെ റൂമിൽ മൈക്ക് കാര്യങ്ങൾ സ്റ്റാൻഡ് ട്രൈപോഡ് വെച്ചിട്ട് എനിക്ക് എടുക്കാം. അപ്പൊ ആർക്കും അതൊരു ടൂളാണ് ആക്ച്വലി അവരുടെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് പണ്ട് നമ്മൾ കംപ്ലൈന്റ് പോലീസ് സ്റ്റേഷനിൽ പോയിക്കൊണ്ടിരുന്നെങ്കിൽ ഇപ്പൊ നമ്മൾ സെൽഫായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുക. അതിന്റെ ബാക്കിയായിട്ടാണ് പോലീസുകാർ കേസ് കൂട്ടങ്ങൾ അങ്ങനെ പോകും. അപ്പൊ എല്ലാരും വലിയൊരു ആയുധം, ഫോൺ എന്ന് പറയുന്ന ഒരു ആയുധം കൊണ്ട് നമ്മൾ നടക്കും. അപ്പൊ നമ്മൾ ആയുധം കൊണ്ട് നടക്കുമ്പോഴത്തേക്കിന് മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ടാവാണ്ട്
വരിക എന്നുള്ളത് വലിയ കാര്യം തന്നെ. എന്നാലും ഇതുപോലത്തെ ആയുധം കയ്യിലുണ്ടെങ്കിൽ, ഒരു കത്തി കയ്യിലുണ്ടെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്നവന്റെ പള്ളക്ക് കയറ്റാണ്ടിരിക്കുക, അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ കൈമുറിയാണ്ടിരിക്കുക, അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമുക്കത് സ്വയരക്ഷയായിട്ട് അല്ലെങ്കിൽ നമ്മുടെ യൂസിന് കത്തി നമുക്ക് ഉണ്ടെങ്കിൽ അത് നമുക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യാം. വേറെ ഒരാളെ നാശത്തിലേക്ക് നയിക്കാനോ അവരെ ഉപദ്രവിക്കാനോ അല്ല അവർക്ക് ദൂഷ്യം ചെയ്യാനോ അവരുണ്ട്. എന്ത് തന്നെ ആയാലും ഇതുപോലത്തെ കാര്യങ്ങൾ, ഫോൺ, സോഷ്യൽ മീഡിയ എന്ത് വേണ്ട പോലെ യൂസ് ചെയ്യുക, മിസ്യൂസ് ചെയ്യാണ്ടിരിക്കുക. അത് വളരെ ദുഃഖമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാൻ എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാണ്ട് നമ്മളൊരു ഇപ്പൊ എല്ലാരെയും വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാവരും ഞാനിതൊരു കണ്ടന്റ് ആയിട്ട് ചെയ്യുന്നതല്ല. എല്ലാ കണ്ടന്റും ലാസ്റ്റ് ആൾക്കാർ വന്നിട്ട് അവരുടെ കണ്ടന്റ് പേജിന്റെ ലോഗോയും കൊടുക്കും, സബ്സ്ക്രൈബ് ചെയ്യുന്ന പറഞ്ഞ് എഴുതിയിടുകയും ചെയ്യും. ഇത് ഇപ്പൊ ന്യൂസുകാരടക്കം എല്ലാവർക്കും നല്ലൊരു റീച്ച് കിട്ടുന്ന ഒരു ടോപ്പിക്കാണ് ഇത്. പക്ഷെ ഇതൊരു ടോപ്പിക്ക് മാത്രമായിട്ട് കാണാതെ അതിനെ വേണ്ട വിധത്തിൽ സെൽഫായിട്ട്, ഇപ്പൊ ഞാനടക്കമുള്ള ആൾക്കാർ ഇനി അങ്ങോട്ട് പബ്ലിക് പ്ലേസിലൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുന്നത്, അപ്പൊ നമ്മളൊരു വിവേക ബുദ്ധിയിൽ കാര്യങ്ങൾ കാണുക, ചെയ്യുക, ഇതുപോലുള്ളവരെ വേണ്ട രീതി കൈകാര്യം ചെയ്യും. അല്ലാണ്ട് ഇങ്ങനെ പബ്ലിക് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ ഇട്ടിട്ട് അവരെ കുടുംബമായിട്ട് താമസിക്കുന്ന ആൾക്കാരുണ്ട്. ഇത് ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ട് വേറെ ആൾക്കാർ മുമ്പ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ്. ഇതാണ് ഇതിന്റെ രീതി എന്നാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷെ ഇതല്ല ഇതിന്റെ രീതി. നിങ്ങൾക്ക് അങ്ങനെ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടുക, അപ്പൊ നിങ്ങൾക്ക് റിയാക്ട് ചെയ്യാൻ പറ്റും, റിയാക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പോയിട്ട് ഇതുപോലെ ഇട്ട് വെറുതെ ബുദ്ധിമുട്ടായി ഇപ്പൊ കണ്ടില്ല, അതുകൊണ്ടാണ് സംഭവിക്കും. പിന്നീട് എല്ലാവരും അത്ര സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരൊന്നും അല്ല മെന്റലി. ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. ഒരുപാട് വിഷമമുള്ള ഒരു കാര്യം, എന്റെ ബ്രദറിന്റെ ഏജ് മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു സിറ്റുവേഷനിൽ നിന്നിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ഒരിക്കലും ചെയ്യില്ല. ഞാൻ ചെറിയ ഷോർട്ട് വീഡിയോസ് ഒക്കെ ചെയ്തു പോകുന്ന ഒരാൾ മാത്രം. പക്ഷെ ഇത് നമ്മളെ ഭയങ്കരമായിട്ട് ഉള്ളിലോട്ടെടുത്തത് ഈ ഒരു കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ ആയിരിക്കും. നാളെ ഞാനും മറന്നു പോയി കാര്യം, നിങ്ങളും മറന്നു പോകും. അതുകൊണ്ടോട്ട് വേറെ ജീവിതത്തിലോട്ട് പോകും. പല ടൈപ്പ് ആൾക്കാരെ കൂടെ ഇത് കാണുകയും ചെയ്യും. ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കുക, വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുക, മിസ്യൂസ് ചെയ്യാണ്ടിരിക്കുക. എല്ലാവരും ഇപ്പോഴും സ്ത്രീകളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നു. ഒരിക്കലും വേർതിരിച്ച് പറയല്ല. അത് അവരുടെ അവർക്ക് കഴിവില്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല. അത് ഒരു റെസ്പെക്ട് കൊടുക്കുന്നതാണ്. എന്ന് വെച്ചത് മിസ്യൂസ് ചെയ്യാണ്ടിരിക്കാൻ നോക്കുക. ഓക്കെ, താങ്ക് യു.